2018 വെള്ളപ്പൊക്കം നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയ ഒരു AC നോക്കാനായിട്ടാണ്. ഇത് കണ്ടില്ലേ, കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ വിളിച്ച് പറഞ്ഞ് നമ്മൾ ചെന്ന് അയച്ച് ഫുള്ള് നോക്കിയപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം ഈ ഒരു ACയുടെ പകുതി ഭാഗത്തോളം വെള്ളം കയറി മൊത്തത്തിൽ 2-3 ദിവസം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ചെളിയും അതുപോലെ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഇതിനകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൂളിംഗ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പം നമ്മൾ കസ്റ്റമറോട് കാര്യം പറഞ്ഞതിന് ശേഷം ഫുള്ള് അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു. കസ്റ്റമർ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രഷർ വാഷ് വെച്ചിട്ട് ഫുള്ള് കഴുകാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ എന്തായാലും AC അഴിക്കാൻ പോവുകയാണ്. അഴിച്ച് ഫുള്ള് വാട്ടർ സർവീസ് ഞാൻ കാണിച്ചു തരാം മണ്ണും കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഫുള്ള് ഇതാണ്ടല്ലേ നല്ല പോലെ തന്നെ, കാരണം വെള്ളം കയറിയ സമയത്ത് ഫുള്ള് മണ്ണ് അവിടെ കയറിയതിനൊരു തെളിവാണ് ഈ കാണുന്നത്. എന്തായാലും നമുക്കത് ഫുള്ള് വാട്ടർ സർവീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വർക്ക് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളാണ് നമ്മുടെ പുതിയ വീഡിയോയും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ സർവീസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് വൃത്തിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. ഏകദേശം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് റീഫിറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് മെഷീനൊന്ന് ഓടിക്കേണ്ടതായിട്ടുണ്ട്. ഓടിച്ച് നോക്കി എങ്ങനെ പെർഫോമൻസ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഇൻഡോർ ഓൺ ആക്കി നമ്മൾ ഔട്ട്ഡോർ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഓടുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്യാസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.